ടഫസ്റ്റ് കൺട്രിയാണ്, കുടിയേറാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിചാരമായിരുന്നു ആളുകളുടെ മനസ്സിൽ. പക്ഷെ ആ ഇതിനെയെല്ലാം നമ്മുടെ വീഡിയോസിലൂടെ നമ്മൾ മാറ്റി എഴുതുകയായിരുന്നു. മാറ ഏജന്റ് എന്ന് പറയും, അവിടുത്തെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജന്റാണ്. അവരുടെ ത്രൂവിലേ ഉള്ളൂ നമ്മൾ ഓസ്ട്രേലിയയിലേക്കുള്ള പ്രോസസ്സിങ് ഇടാവുള്ളൂ. ഇങ്ങനെ നമുക്ക് വരാൻ പറ്റത്തില്ല, ഇങ്ങനെ പാക്കിംഗ് വിസ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് പിക്കിങ് ഇങ്ങനെയുള്ളതെല്ലാം ഫേക്കാണ്. ഒരു എഞ്ചിനീയറിൻ്റെ അവിടുത്തെ സാലറി, ഓസ്ട്രേലിയയിലെ സാലറി എന്ന് പറയുന്നത് $1,20,000. അതെ, രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജന്റിന്റെ ത്രൂവിൽ മാത്രമേ ഉള്ളൂ പ്രോസസ്സിങ് നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഇടാവുള്ളൂ. നാട്ടിലുള്ള ഒത്തിരി ഏജൻസികളുണ്ട്. എനിക്ക് ഈ ഗൾഫിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ഏജൻസികൾ തുടങ്ങി ഇപ്പോഴും ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി പേര് ഇല്ലാത്ത പൈസ എല്ലാം കൊണ്ട് കടമെല്ലാം മേടിച്ചു കൊണ്ടേ പൈസ കൊടുത്തിട്ട് 5, 8, 10 ലക്ഷം രൂപ പോയ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനൊരു വീഡിയോ ചെയ്തു, UK നേഴ്സിൻ്റെ സാലറിയേക്കാളും കൂടുതൽ ഓസ്ട്രേലിയയിലെ കെയറിന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു. അതിന് ഭയങ്കര വിമർശനമായിരുന്നു. അവസാനം എൻ്റെ പെങ്ങടെ തന്നെ സാലറി സ്ലിപ്പ് വെച്ച് എനിക്കത് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഈ അൺസ്കിൽഡ് ജോബിൽ വരുന്നതാണ് ഈ പറഞ്ഞ പാക്കിങ്, ഇപ്പോൾ ഈ വിസ തട്ടിപ്പുകളെല്ലാം മെയിനായിട്ട് നടക്കുന്നത് ആ കാറ്റഗറിയിലാണ്. വെറും $25 കൊടുത്ത് രജിസ്റ്റർ ചെയ്ത പിള്ളേർ ഇപ്പോൾ ഓസ്ട്രേലിയയിലുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. നമ്മൾ ചെയ്ത് ഒരു 10,000 മേളിൽ പിള്ളേർക്കോളം മലയാളീസ് ആയിട്ടുള്ള നമ്മുടെ പിള്ളേർക്ക് ഈ വർക്ക് ആൻഡ് ഹോളിഡേ വിസ കിട്ടി. 21 വയസ്സുള്ള കൊച്ചിന് $90,000 ആനുവൽ സാലറി മേടിക്കും ഒരു നേഴ്സ്. 21 വയസ്സുള്ള ആ കൊച്ചിൻ്റെ പ്രായമുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. ഞാൻ എപ്പോഴും ഏതെങ്കിലും വീഡിയോസ് ഇതുപോലുള്ള മൈഗ്രേഷൻ്റെ അല്ലെങ്കിൽ പിള്ളേർക്ക് കയറി വരാൻ പറ്റിയ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനും അതിന് റിപ്പോർട്ട് ചെയ്യും. കയറി വേണം മക്കളെ ഓസ്ട്രേലിയയിൽ. പിന്നെ അവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളീസിൻ്റെ വീട്ടിലും ഇതുപോലെ കൃഷിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 300 ഏക്കറിനകത്ത് വാഴത്തോട്ടമുള്ള മലയാളി എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്. യൂടോക്കിന്റെ പുതിയ ഇന്റർവ്യൂ സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെയുള്ളത് ടോണി ചേട്ടനാണ്. ടോണി ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിനേക്കാൾ ഉപരി ഓസ്ട്രേലിയൻ മല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഒരു പരിചിതനായ ഒരാളായിരിക്കും. അപ്പോൾ ടോണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നാട്ടിലിങ്ങനെ വെക്കേഷൻ വന്നതാണ്, 1 മാസത്തേക്ക് വന്നതാണ്. ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ. എങ്ങനെ ഫാമിലി കാര്യങ്ങൾ എല്ലാവരും ഇപ്പൊ ഇവിടെ തന്നെ? എല്ലാവരും ഇവിടെ തന്നെയാണ്. എവിടെയാണ് വീട്? നാട് കല്ലറ, കോട്ടയം കല്ലറയാണ് നമ്മുടെ നാട്. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ക്യൂൻസ്ലാൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. ക്യൂൻസ്ലാൻഡിലെ ടൗൺസിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ തന്നെ കൊടുത്തൊരു ടൈറ്റിലാണ്. ഓസ്ട്രേലിയയിലെ കേരളം എന്നാണ് ഇപ്പോൾ ടൗൺസിലിനെ അറിയപ്പെടുന്നത്. നമ്മുടെ നാട് പോലെ സുന്ദരമായ ഒരു സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്ന ടൗൺസിൽ. എന്തൊക്കെയാണ് ചേട്ടൻ, എങ്ങനെയാണ് ആദ്യം എനിക്ക് അറിയേണ്ട കാര്യം, എങ്ങനെയാണ് ഈ ഒരു വ്ളോഗിങ്ങിലേക്ക് വന്നത്? അതായത് ചേട്ടൻ്റെ വ്ളോഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയാണ്, എല്ലാം ഫാമിലിനെ ഉൾപ്പെടുത്തി കാര്യങ്ങൾ, പിന്നെ ഇൻഫോർമേഷൻസ് ഒരുപാട് പേർക്ക് എത്തുന്ന ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു വ്ളോഗിങ്ങിലേക്ക് എത്തിയത്? അതായത് ഞാനൊരു ഷെഫാണ് എൻ്റെ പ്രൊഫഷൻ. ഞാൻ ഗൾഫിലുണ്ടായിരുന്നു, ഞാൻ ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്തു, UK നിന്നപ്പോഴാണ് എനിക്കൊരു ഓസ്ട്രേലിയ എല്ലാവരെ പോലെ തന്നെ എൻ്റെ ഒരു ഡ്രീം കൺട്രിയാണ്. അങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള പ്രോസസ്സിങ് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാത്ത് വേ നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. എങ്ങനെ ഒരു ഷെഫിനെ അങ്ങോട്ട് കുടിയേറാമെന്നുള്ളൂ. പിന്നെ നമ്മൾ ഒത്തിരി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതിൻ്റെ പിന്നീട് അതിൻ്റെ അസസ്മെൻറ്റ് കിട്ടി. അങ്ങനെയാണ് ആ ഒരു ചാനലിലൂടെയാണ് അസസ്മെൻ്റ് എല്ലാം പാസ്സായി നമ്മൾ ഓസ്ട്രേലിയയിൽ എത്തുന്നത്. ഞാനവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഇങ്ങനെ ഏത് പ്രൊഫഷനുള്ളവർക്കും ഇതുപോലത്തെ പാത്ത് വേയിൽ ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താം. പക്ഷെ പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയ ഒരു ടഫസ്റ്റ് കൺട്രിയാണ്. നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതാണ് ആൾക്കാരുടെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നപ്പം ഞാൻ വിചാരിച്ചു, ഒരു ചെറിയൊരു വ്ളോഗ് പോലെ അല്ലെങ്കിൽ ഒരു വീഡിയോസിലൂടെ നമുക്ക് എങ്ങനെ എത്താം. അങ്ങനെ ഞാൻ ഷെഫ് എങ്ങനെ വന്നു, അങ്ങനെ ശേഷം നമ്മുടെ അവിടുത്തെ ബാക്കിയുള്ള നഴ്സസിൻ്റെ ഇപ്പം വലിയൊരു കുടിയേറ്റം. ഓസ്ട്രേലിയ ഒരുമാതിരിപ്പെട്ട എല്ലാ നഴ്സസിൻ്റെ ഒരു ഡ്രീം കൺട്രിയാണ്. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമ്മൾ പല പല കാര്യങ്ങളുണ്ട് ഓസ്ട്രേലിയ ചൂസ് ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെ വന്നപ്പം ഞാൻ തീരുമാനിച്ചു, നമുക്ക് എന്നാൽ ഇങ്ങനെ ഒരു ചെറിയ വ്ളോഗിങ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 3 വർഷത്തോളം മേളിലായി നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. പിന്നെ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ വ്ളോഗിങ് ചെയ്യാറ്. കുട്ടികളൊക്കെ ഉണ്ട്. ആൻഡപ്പനെ എല്ലാവർക്കും മൂത്ത ആൾ ആൻഡപ്പനാണ്, ഇളയാള് സാരു. അപ്പം ഞങ്ങൾ വീടിന് ചുറ്റുപ്പെട്ട് നമുക്ക് അത്യാവശ്യം അവിടെ നമ്മുടെ ടൗൺസിലെ കേരളം എന്ന് പറയുന്നത് മീൻസ് ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളം പോലെ തന്നെ ഒരു സ്ഥലമാണ്. അവിടെ ഏത് മലയാളി വീട്ടിൽ ചെന്നാലും ഫ്രണ്ടിൽ ഒരു നല്ല പൂന്തോട്ടവും ബാക്ക് ഏരിയയിൽ നല്ലൊരു ഗാർഡനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വ്ളോഗിങ്ങിലൊക്കെ കണ്ട പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ കോവയ്ക്ക,
പയറിന്റെ കൃഷി, ചീര കൃഷി, എപ്പോഴും വാഴ, ഈ കേരളത്തിന്റെ ഒരു ആംബിയൻസ് ആയിട്ട് വളരെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എല്ലാം അവിടെയാണ്. ട്രോപ്പിക്കൽ വെതർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലേക്ക് ഒരു നല്ലൊരു കുടിയേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈഫിനെ ഒന്ന് പരിചയപ്പെടുത്തും. വൈഫിന്റെ പേര് ഞങ്ങൾ വീഡിയോയിൽ എല്ലാം അറിയാം, ലല്ലു എന്നാണ്. ലിനറ്റ് എന്നാണ് ആളുടെ പേര്. ലല്ലു എന്നാണ്. ലല്ലു അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ട് ഏകദേശം 8 വർഷം 9 വർഷത്തോളം ആകാറായി. അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് അവിടുത്തെ നാടും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ? തീർച്ചയായിട്ടും. നമ്മള് ഇപ്പം ഓസ്ട്രേലിയ മെയിൻലി ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റ് ആണ്. ഇപ്പൊ UK-യിലുള്ളവർക്ക് ഒരു 8-9 മാസത്തോളം തണുപ്പാണ്. കാനഡയിലുള്ളവർക്കും തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഗൾഫിലുള്ളവർക്ക് ചൂടാണ്. പക്ഷെ ഓസ്ട്രേലിയയിൽ നമുക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് ക്യൂൻസ്ലാൻഡിലാണ്. ക്യൂൻസ്ലാൻഡിൽ ട്രോപ്പിക്കൽ വെതറാണ്. നമ്മുടെ കേരളത്തിൽ എന്ത് വെതറാണോ സെയിം വെതറാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ വിക്ടോറിയ സ്റ്റേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റ്. ഇപ്പൊ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വിക്ടോറിയയിലേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ സിഡ്നി സിഡ്നി ആ റേഞ്ച് വരുന്നത്, NSW സ്റ്റേറ്റ് വരുന്നത് ഇതുപോലെ തന്നെ തണുപ്പുള്ള സ്ഥലങ്ങളാണ്. കേരളത്തിനെ അങ്ങനെ മിസ് ചെയ്യാൻ പോകുന്നില്ല ഒരിക്കലും. നമ്മൾ മിസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ അമ്മച്ചീനെ മാത്രമേ ഉള്ളൂ മിസ് ചെയ്യാറുള്ളൂ. അല്ല, അതുപോലെ തന്നെ എൻ്റെ കസിൻസിനെയും അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററും ബ്രദറിനെയും ഒക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ പല ബ്ലോഗേഴ്സും അവിടെ വന്നു പോയപ്പോഴും അവരെല്ലാം വണ്ടടിച്ചു പോയൊരു കാര്യമാണ്, എങ്ങനെ ഈ നമ്മുടെ നാട് പോലൊരു സ്ഥലം ഓസ്ട്രേലിയയിൽ ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അവിടുത്തെ കൊച്ചു കൊച്ചു വീഡിയോസും നമ്മുടെ ഫാമിങ്ങിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്താണ് നമ്മൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ജോലിയുടെ ഒക്കെ കാര്യം കൊണ്ട് പല പല സ്ഥലത്തേക്ക് മാറുന്നുണ്ടാവും അല്ലെ? വിദ്യാർത്ഥികളാണെങ്കിലും ഇവിടുന്ന് പോകുന്ന പല ആൾക്കാർക്കും ഇങ്ങനൊരു സ്പേസ് ഒന്നും കിട്ടുന്നില്ല. പോയി കഴിഞ്ഞാൽ കേരളത്തിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, വീട്ടിനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ളവർക്ക് അങ്ങോട്ടേക്ക് കുടിയേറാൻ എളുപ്പമാണ്. തീർച്ചയായിട്ടും. നമുക്ക് ഓസ്ട്രേലിയ ഞാൻ പറഞ്ഞ പോലെ ഒരു ടഫസ്റ്റ് കൺട്രിയാണ്, കുടിയേറാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിചാരമായിരുന്നു ആളുകളുടെ മനസ്സിൽ. പക്ഷെ ഇതിനെയെല്ലാം നമ്മുടെ വീഡിയോസിലൂടെ നമ്മൾ മാറ്റി എഴുതുകയായിരുന്നു. കാരണം ഓസ്ട്രേലിയയിൽ ഒരു പ്രോപ്പർ പാത്ത് വേ ഉണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള. ഇപ്പൊ ഞാൻ ഷെഫ് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ കുക്ക് കാറ്റഗറിയിലുള്ളവർക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അങ്ങനെയാണ് ഞാൻ വരുന്നത്. അതുപോലെ തന്നെ നേഴ്സസിന്, എഞ്ചിനീയേഴ്സിന്, MSW ഏത് പ്രൊഫഷൻ ആണെങ്കിലും, ഫിസിയോതെറാപ്പിസ്റ്റ്, അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് ഒരു പ്രോപ്പർ പാത്ത് വേയിലൂടെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു മൂന്നാമതൊരാൾ അല്ലെങ്കിൽ സെന്ററിൽ ഒരാൾ വരുമ്പോഴാണ് പൈസ കൊടുത്ത് അങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. കൊടുത്ത പൈസ തിരിച്ചു കിട്ടില്ല എന്ന് മാത്രമല്ല പോവാൻ കഴിയില്ല എന്നുള്ളൊക്കെ ഒരു കാര്യം. അതെ, അതിന് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പ്രോസസ്സിംഗ് ഇടുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മൾ മാറ ഏജന്റ് എന്ന് പറയും, അവിടുത്തെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജന്റ് ആണ്. അവരുടെ ത്രൂവിലേ ഉള്ളൂ നമ്മൾ ഓസ്ട്രേലിയയിലേക്കുള്ള പ്രോസസ്സിങ് ഇടാവുള്ളൂ. ഇനി അതല്ലെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. ചേട്ടൻ ഒന്നും കൂടെ പറഞ്ഞു, കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും കബളിക്ക് പെട്ടുകൊണ്ടിരിക്കുകയാണ് കള്ളത്തരത്തിലൂടെ. പേര് പല ഇഷ്യൂസ്. എനിക്ക് പലരും നാട്ടിൽ നിന്ന് മെസ്സേജുകളൊക്കെ വന്നിട്ട് അത് 1, 2 ഒന്നുമല്ല, 10,000-3000 പേര് ഒരു ഗ്യാങ് ആയിട്ട് പൈസ കൊണ്ടുപോയി കൊടുത്ത് ഒത്തിരി പേര് കബളിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ കുറിച്ചുള്ള വീഡിയോസും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അത് കൊല്ലത്തൊക്കെ ഉള്ള ഏജൻസികൾ ഏകദേശം 10,000 മലയാളീസിനെ ഇങ്ങനെ ഇതുപോലെ നമ്മുടെ നാട്ടിൽ അവർ 10,000-15,000 രൂപ കൊണ്ട് കൊടുത്തു. അതിനുശേഷം അവരോട് പറഞ്ഞു ഡൽഹിയിൽ വെച്ച് മെഡിക്കൽ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ഒരു 25,000-30,000 രൂപ കൊണ്ട് കൊടുത്തു. അങ്ങനെ 40,000-45,000 രൂപ 50,000 രൂപയോളം കൊടുത്ത പിള്ളേര് നമ്മുടെ കേരളത്തിലുള്ള ഒരു 10,000-3000 പേരോളം അങ്ങനെ കൊടുത്തിട്ട് എനിക്ക് എൻ്റെ അടുത്ത് വന്നൊരു ഇഷ്യൂ ആണത്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവോ, ഇത് ജെന്യൂൻ ആണോ എന്ന് ചോദിച്ചു. ഞാൻ അവിടുത്തെ ഒരു ലോയറിനെ കൊണ്ട്, നമ്മുടെ മലയാളിയായിട്ടുള്ള ഈ മൈഗ്രേഷൻ ചെയ്ത ലോയറിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു. ഇങ്ങനെയുള്ള പാത്വേയിൽ ഇങ്ങനെ നമുക്ക് വരാൻ പറ്റത്തില്ല, ഇങ്ങനെ പാക്കിംഗ് വിസ അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട് പിക്കിങ് ഇങ്ങനെയുള്ളതെല്ലാം ഫേക്കാണ്, നമുക്ക് അങ്ങനെയുള്ള പ്രോപ്പർ ചാനലിലൂടെ നമുക്ക് വരാൻ പറ്റത്തില്ല, അത് അൺസ്കിൽഡ് ജോബിൽ വരുന്നതാണ്, വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തതാണ്. കുറേ പേരെയൊക്കെ നമ്മൾ സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം അവിടെ ഒരുമാതിരിപ്പെട്ട ആർക്കും അറിയത്തില്ല എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പം ഈവൻ നമ്മൾ മെഡിക്കൽ ആണെങ്കിൽ കൂടിയും നമുക്കിപ്പം ട്രിവാൻഡ്രത്ത് കിംസിൽ മാത്രമേ ഉള്ളൂ നിലവിൽ ഓസ്ട്രേലിയയിലേക്കുള്ള മെഡിക്കൽ ഉള്ളൂ. അപ്പൊ ഇവര് ഡൽഹിയിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെയ്യിപ്പിക്കും. അതിനെപ്പറ്റി ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ആഗ്രഹങ്ങളും ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിലായിരിക്കും. മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം
എനിക്ക് വരുന്ന എൻക്വയറി അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുറത്തേക്കൊന്ന് പോകണം, രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ജനറേഷനെയാണ് എനിക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അതിനുള്ള കാരണമുണ്ട്. കാരണം നമുക്കിവിടെ ജീവിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാട്, നമുക്ക് കിട്ടുന്ന ഇൻകം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാട് അവർക്ക് കിട്ടുന്നില്ല. അത് ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് എങ്ങനെയും പോകണം, പുറത്തു പോകണം, പുറത്തു പോയി ഇങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ഇതിലേക്ക്. ആ ക്വസ്റ്റ്യനിലേക്കായിരുന്നു വരുന്നത്. ഇവിടെയുള്ള ഒരുപാട് പേര് ഇപ്പോൾ ബിടെക് കഴിഞ്ഞവരായിക്കോട്ടെ, ഏത് സെക്ഷൻ എടുത്ത് കഴിഞ്ഞവരാണെങ്കിലും ജോലിയുടെ ഒരു കുറവ് കാരണോ അല്ലെങ്കിൽ സാലറിയുടെ ഒരു കുറവ് കാരണോ കേരളത്തിനെ അത്ര ആശ്രയിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളതിനേക്കാൾ ആൾക്കാർ ബാംഗ്ലൂരൊക്കെയാണ് പോയി ജോലി ചെയ്യുന്നത്. അത് വളരെ ചെറിയ തുച്ഛമായ വിലക്ക് സാലറിക്ക്. 15,000 രൂപയ്ക്കൊക്കെ എഞ്ചിനീയേഴ്സ് ജോലിയാണ് നമുക്ക് ഇമ്പോസിബിൾ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പാത്വേയിൽ നമുക്ക് വന്ന് അവിടെ വന്ന ഒരു എഞ്ചിനീയറിന്റെ അവിടുത്തെ സാലറി, ഓസ്ട്രേലിയയിലെ സാലറി എന്ന് പറയുന്നത് $1,20,000 വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ 15,000 അല്ലെങ്കിൽ 20,000 രൂപയുള്ളൂ നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിലൂടെ ഞാൻ എപ്പോഴും ആൾക്കാരിലേക്ക് കൊടുക്കുന്നത്, നമുക്കവിടെ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓസ്ട്രേലിയ ആയാലും UK ആയാലും ഏത് രാജ്യമാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് ജീവിക്കാൻ പറ്റിയ നല്ല സാഹചര്യങ്ങളുണ്ട് എന്ന ആൾക്കാരിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പലരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ പോസിറ്റീവായിട്ടാണ് അല്ലെങ്കിൽ നമ്മളെ പാത്വേ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒത്തിരി പേര്. ഇങ്ങനെയുള്ളവരെ നമ്മൾ ചൂസ് ചെയ്യണം. അതായത് ഒരുപാട് ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോവാതെ നമുക്ക് അറിയാവുന്നിടത്ത് പോയി അല്ലെങ്കിൽ പെട്ടുപോകും അല്ലേ. അതെ, രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജന്റിന്റെ ത്രൂ മാത്രമേ ഉള്ളൂ പ്രോസസ്സിങ് നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഇടാവുള്ളൂ. നാട്ടിലുള്ള ഒത്തിരി ഏജൻസികളുണ്ട്. എനിക്ക് ഈ ഗൾഫിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ഏജൻസികൾ തുടങ്ങി ഇപ്പോഴും ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി പേര്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഇവരുടെയൊക്കെ അവസ്ഥ പുറത്തേക്ക് പോകാനുള്ള ആ ഒരു ഇത് കിടക്കുന്നതുകൊണ്ടാണ് ഇല്ലാത്ത പൈസ എല്ലാം കൊണ്ട് കടം എല്ലാം മേടിച്ചു കൊണ്ടേ പൈസ കൊടുത്തിട്ട് 5, 8, 10 ലക്ഷം രൂപ പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് ഇടും, ചേട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇത് ജെന്യൂൻ ആണോ, പൈസ കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്, ചേട്ടാ ഇത് ജെന്യൂൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന്. അതുപോലെ അവിടെ ഫേക്ക് ആയിട്ടുള്ള ഓഫർ ലെറ്ററുകൾ ഓസ്ട്രേലിയ നമുക്ക് ഇമെയിലിലേക്ക് ഇത് ഇമെയിൽ വരുന്നു, അല്ലെങ്കിൽ ആരുടെയും ത്രൂവിൽ നമുക്ക് ഇങ്ങനെ ഓഫർ ലെറ്ററുകൾ കൊടുക്കുന്നു. എനിക്കൊരു 100 അല്ല അതിലും വേണ്ട ഓഫർ ലെറ്ററുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ അഡ്രസ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ അവിടുത്തെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും, ആ ഫോൺ നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം. അങ്ങനെ ശരിക്കും ഒരു നല്ലൊരു ശതമാനം പിള്ളേരെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ ഞാൻ ഒത്തിരി പ്രൗഡാണ്, എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഈ വ്ളോഗിങ് കൊണ്ട് നമുക്ക് അങ്ങനെയും കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളത്. നേരത്തെ ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, ഒരുപാട് പേർക്ക് ഇങ്ങനെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാലും ഇങ്ങനെ ആരെങ്കിലും ഇപ്പൊ ഓസ്ട്രേലിയയില് ഇപ്പൊ ചേട്ടനുള്ളത് കൊണ്ട് ചേട്ടന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും ചെയ്തു കൊടുക്കാനും പറ്റി. അപ്പോ ചേട്ടനെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നവര് അവരുടേതായ ഒരുപാട് ഇഷ്യൂസും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി ഇഷ്യൂസ് അവരും പറയുന്നുണ്ട്. ഇവിടെ തന്നെ ചേട്ടൻ ഇപ്പൊ കൊണ്ടുപോയവരില് സന്തോഷമുള്ളവരും ഉണ്ടാവും. പിന്നെ അവിടെ ഇപ്പം നമ്മുടെ ഒരു 3-3.5 വർഷമായിട്ടൊരു വീഡിയോസ് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ UK, അയർലൻഡ്, ന്യൂസിലാൻഡ്, പിന്നെ ഗൾഫ് കൺട്രി എന്നുള്ള ഒരു അങ്ങോട്ടുള്ളൊരു കുടിയേറ്റം. അത് നല്ലൊരു കൺട്രിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്ലൈമറ്റ് നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഏത് ബിസി ലൈഫ് വേണോ, മീൻസ് റീജിയണൽ ഏരിയയിലൊക്കെ വരുവാണെങ്കിൽ നല്ല ക്വയറ്റായിട്ടുള്ള ലൈഫാണ് അതൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പം ഇതെല്ലാം ഡിഫറൻസും നമ്മൾ നമ്മുടെ വീഡിയോസിലൂടെ ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം ഈ കഴിഞ്ഞൊരു 3.5 വർഷം 4 വർഷം കൊണ്ട് ഒരു നല്ലൊരു ഫ്ലോ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന UK-യിലുള്ള ആൾക്കാർ UK ഒക്കെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. UK-യിൽ ഇപ്പം നമ്മളെല്ലാവർക്കും അറിയാം, നമുക്ക് ക്രൈസിസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. സാലറി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പം എൻ്റെ ഒരു വീഡിയോ എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം വന്നൊരു വീഡിയോ ആയിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്തു, UK-യിലെ നേഴ്സിൻ്റെ സാലറിയേക്കാളും കൂടുതൽ ഓസ്ട്രേലിയയിലെ കെയറിന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു. അതിന് ഭയങ്കര വിമർശനമായിരുന്നു. അവസാനം എൻ്റെ പെങ്ങടെ തന്നെ സാലറി സ്ലിപ്പ് വെച്ച് എനിക്കത് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അവർക്ക് കിട്ടുന്നത് ഏകദേശം 14 അല്ലെ 15 പൗണ്ടാണ് ഒരു മണിക്കൂർ ഒരു നേഴ്സിന്, രജിസ്റ്റേർഡ് നേഴ്സിന് UK-യിൽ സാലറി കിട്ടുന്നത്. നേരെ മറിച്ച് ഓസ്ട്രേലിയയിലെ നേഴ്സിനെ നിൽക്കട്ടെ, കെയറിന് ഇപ്പം $35 പെർ അവർ സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ അതായത് 15 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡബിൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ $30 വരുന്നത്. ആ സ്ഥാനത്ത് $35 കെയറിന് ഓസ്ട്രേലിയയിൽ സാലറി കിട്ടുന്നുണ്ട്. നേഴ്സസിനാണെങ്കിൽ ഇപ്പോൾ 50 to 55 അതാണ് അവിടുത്തെ ഒരു
പെർ അവറിന്റെ സാലറി ഇത് വരുന്നത്. അപ്പോൾ 9 വർഷമായി ഇപ്പോൾ അവിടെ താമസിക്കുന്നു. മറ്റു രാജ്യങ്ങളിലേക്ക് മാറണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ UK ലൈഫ് എന്താണെന്ന് എനിക്കറിയാം. ഗൾഫിൽ ഞാൻ നിന്ന ഒരാളാണ്. എനിക്ക് ന്യൂസിലാൻഡ് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം നമ്മൾ റീസെൻ്റ്ലി നമ്മൾ പോയത് ന്യൂസിലാൻഡിലെ ട്രിപ്പായിരുന്നു നമ്മൾ പോയത്. അത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് പോയത്. കാരണം ന്യൂസിലാൻഡ് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ന്യൂസിലാൻഡിൽ നിന്ന് ആൾക്കാരെല്ലാം ഓസ്ട്രേലിയയിൽ വരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി. കാരണം എക്സ്പെൻസീവ് ആണ് അവിടെ, ആ രാജ്യം എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെടുത്ത്, അതായത് ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ചേട്ടൻ മുന്നോട്ട് വെച്ചത് ഇതുവരെ? ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞ നേഴ്സസിന്റെ കുടിയേറ്റം നമ്മുടെ ഒരു മെയിൻ കണ്ടന്റ് ആയിരുന്നു. നേഴ്സസിന്റെ ഓപ്പർച്യൂണിറ്റീസ്. ഞാനൊരു ഷെഫായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പം ഞാൻ ശരിക്കും ഇവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠിച്ച നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ നമ്മൾ ഓസ്ട്രേലിയൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതൊരു അസസ്മെൻ്റ് ആണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ട്രേഡ് പ്രൊഫഷനും നമ്മൾ ഇതേ സെയിം പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓസ്ട്രേലിയൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഓസ്ട്രേലിയ ഒരു സ്പോൺസറെ നമ്മൾ കണ്ടുപിടിക്കണം. അത് സീക്ക് പോലുള്ള അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സീക്ക് ഇൻഡീഡ് പോലുള്ള സൈറ്റുകളുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയും, ഇപ്പോഴും നാട്ടിൽ നിന്ന് നല്ല ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ സീക്ക് ഇൻഡീഡ് പോലുള്ള സൈറ്റുകളിൽ കൂടെ ജോബ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അത് ആർക്കും അറിയില്ല. ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യും. തീർച്ചയായും നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് മെയിനായിട്ടും. അതായത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സീക്ക് SWK seek.com indeed.com പോലുള്ള സൈറ്റുകളിൽ ജോബ് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ റെസ്യൂമെ അയക്കുക. പ്ലസ് ഓസ്ട്രേലിയയിൽ മെയിൻ ആയിട്ട് നമ്മളൊരു ജോബിന് അപ്ലിക്കേഷൻ ഇടുമ്പോൾ കവർ ലെറ്റർ മസ്റ്റ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ചു ഈ പറയുന്ന കാര്യങ്ങൾ. അതെ, കവർ ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കവർ ലെറ്റർ ആണ് അവർ ആദ്യം നോക്കുന്നത്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എല്ലാം അതിനകത്താണ് വരുന്നത്. ആ കവർ ലെറ്റർ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ റെസ്യൂമെ അവർ നോക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ റെസ്യൂമെ അവർ നോക്കത്തില്ല. ഇപ്പം ന്യൂസിലാൻഡിലും അതുപോലെയൊക്കെ UK ഒത്തിരി പേര് ഈ നേഴ്സസ് ആയിട്ടുള്ള ഒരു ജോബിനൊക്കെ ഒത്തിരി ആപ്ലിക്കേഷൻ ഇടുന്നുണ്ട്. എനിക്ക് ഈ ഇടയ്ക്ക് ഒത്തിരി വന്നൊരു എൻക്വയറിയാണ്, ഈ ഞങ്ങളുടെ ഇത് റിജക്റ്റ് ആവുകയാണ്, ഞങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ എപ്പോഴും ഒരു വീഡിയോ ചെയ്തു, പ്രോപ്പറായിട്ടുള്ള ഒരു കവർ ലെറ്റർ ഇല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ജോബ് കിട്ടില്ല. ഇത് അറിയാത്തവർ ഒരുപാടുണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ലെ നമ്മൾ ചുമ്മാ ഒന്ന് അയച്ചു കൊടുത്തെന്ന് വെച്ചുകൊണ്ട് അവരത് നോക്കാൻ പോലും പോകുന്നില്ല. റെസ്യൂമെ മാത്രം നമ്മൾ വിട്ട് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇപ്പോൾ ഒരു ജോബിന് അപ്ലിക്കേഷൻ ആണെങ്കിൽ ജസ്റ്റ് റെസ്യൂമെ ആയിട്ട് നമ്മൾ ഇടുവാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ കവർ ലെറ്ററും കൂടി അറ്റാച്ച് ചെയ്ത് നമ്മൾ എങ്കിൽ മാത്രമേ ഉള്ളൂ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം അതെല്ലാം നോക്കി ആ പ്രോപ്പർ ചാനലിൽ സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സ് ആണ് ഏറ്റവും കൂടുതൽ. ഈ അൺസ്കിൽഡ് ജോബ് വരുന്നതാണ് ഈ പറഞ്ഞ പോലെ പാക്കിങ്, ഇപ്പം ഈ വിസ തട്ടിപ്പുകളെല്ലാം മെയിനായിട്ട് നടക്കുന്നത് ആ കാറ്റഗറിയിലാണ് നടക്കുന്നത്. അപ്പം അത് എനിക്ക് എപ്പോഴും എൻ്റെ ഫോണിൽ എനിക്ക് എപ്പോഴും ഇൻസ്റ്റയിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് വരുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴും ആൾക്കാർ ഈ വിസ കറക്റ്റ് ആണോ എന്നറിയാതെ പൈസ കൊണ്ടുപോയി കൊടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് പൈസ കൊണ്ടുപോയി കടം മേടിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്. 2 വർഷമായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. കിട്ടും എന്നുള്ള പ്രതീക്ഷയല്ല കാത്തിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഇത് നടക്കില്ല എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. പക്ഷെ എന്നാൽ നമുക്ക് പറയാനും മടിയാ. എങ്കിലും ഞാൻ പറയും. കാരണം അവർ ആ പ്രതീക്ഷ വെക്കാതെ ആ കിട്ടുന്ന പൈസയെങ്കിലും മേടിക്കാനായിട്ടാണ് ഞാൻ അവരോട് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള ജോലിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കേണ്ടത്? ഇതിപ്പം ഷെഫിന് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 yearsന്റെ എക്സ്പീരിയൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇപ്പം നേഴ്സസിന്റെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 1 വർഷത്തെ എക്സ്പീരിയൻസ്, BSc നഴ്സിംഗ് കഴിഞ്ഞ് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക്. അതെ, ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് എപ്പോഴും ഈ ഇമിഗ്രേഷന്റെ പോളിസീസ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വിസയുടെ ഓരോരോ വിസകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ മെയിനായിട്ടും ഈ വിസയുടെ ഇതുപോലെ ഈ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചേഞ്ചസ് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ സ്പോട്ടിൽ തന്നെ നമ്മൾ കൊടുക്കും. അതെ, ഇതിപ്പം പണ്ട് നേഴ്സസിനുണ്ടായിരുന്ന പാത്വേ അല്ല ഇപ്പം. പണ്ട് UK ഉണ്ടായിരുന്ന നേഴ്സാണെങ്കിൽ ന്യൂസിലാൻഡ് ത്രൂവിൽ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്ത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്ത് വരായിരുന്നു. ഇപ്പം UK ഒരു നേഴ്സാണെങ്കിൽ അത് പറ്റത്തില്ല, അവരത് ക്ലോസ് ചെയ്തു. ഇപ്പം ന്യൂസിലാൻഡിൽ പോയി എക്സാം എഴുതി, ഇവിടെ എക്സാം എഴുതിയതിന് ശേഷം മാത്രമേ ഉള്ളൂ, അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ പോകാൻ പറ്റത്തുള്ളൂ. അത് അവിടെ പോയി നമ്മൾ ചെയ്യണം. അപ്പോൾ അത് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ആൾക്കാർ പലരും മടിക്കുകയാണ്. ഈ ചേഞ്ചസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പിന്നെ മെയിനായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വ്യൂവേഴ്സിലേക്ക് അല്ലെങ്കിൽ ജോബ് പലർക്കും കിട്ടിയ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഓസ്ട്രേലിയ വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്ന് പറയുന്നൊരു വിസ ഓപ്പൺ ആക്കിയായിരുന്നു.
അത് ഏകദേശം 1000 പേർക്ക് 2000 പേർക്ക് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഓപ്പൺ ആക്കിയത്. അപ്പം അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കൊടുത്തു. അതെ, അത് വൺസ് ഇൻ എ വൈലാണ് ഓപ്പൺ ആക്കുന്നത്. അപ്പം ഇത് ആർക്കും അറിയത്തില്ല. വെറും $25 കൊടുത്ത് രജിസ്റ്റർ ചെയ്ത പിള്ളേർ ഇപ്പോൾ ഓസ്ട്രേലിയയിലുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. നമ്മൾ ചെയ്ത് ഒരു 10,000 മേളിൽ പിള്ളേർക്കോളം മലയാളീസ് ആയിട്ടുള്ള നമ്മുടെ പിള്ളേർക്ക് ഈ വർക്ക് ആൻഡ് ഹോളിഡേ വിസ കിട്ടി. അവര് നമ്മളെ കോൺടാക്ട് ചെയ്ത് കുറെ പേർക്കൊക്കെ നമ്മൾ ജോബ് എടുത്തു കൊടുക്കാനായിട്ടൊക്കെ സഹായിച്ചു. 2 ഇയേഴ്സിന്റെ വിസ, പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം 3 വർഷം ജോബ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സേവിങ്സ്, അത് ഫുൾ ടൈം ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുണ്ട്. അതുകൂടാതെ പിന്നെ ബാച്ചിലർ ഡിഗ്രി ഹോൾഡേഴ്സിന് ഒരു മേറ്റ്സ് വിസ എന്ന് പറഞ്ഞൊരു വിസ ഓപ്പൺ ആക്കിയായിരുന്നു. ആ വിസയും ഇതുപോലെ തന്നെ 2000 പേര് 3000 പേര് ആ കാറ്റഗറി വന്നിട്ട് മലയാളീസിന് തന്നെ ഏകദേശം 2000 പേർക്കുള്ള അസസ്മെന്റ് അതിന്റെ ഫസ്റ്റ് ഇത് അപ്രൂവൽ കിട്ടി. ഇപ്പൊ അവര് എല്ലാവരും തന്നെ വിസ കിട്ടിയിരിക്കുകയാണ്. ഏപ്രിൽ മെയ് റേഞ്ചിൽ അവർക്ക് അപ്രൂവൽ വിസ അടിക്കേണ്ട ടൈമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. കാരണം അവരൊക്കെ അത് കിട്ടി, പിള്ളേർ എനിക്ക് അയച്ചു തരുമ്പോൾ ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര കാര്യം. കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ഇവർക്ക് ഇത്രയും പേർക്കെങ്കിലും അങ്ങോട്ട് എത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരു ഡ്രീം കൺട്രിയാണ് ഓസ്ട്രേലിയ. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അവർ താങ്ക് യു മെസ്സേജ് അയക്കുമ്പോഴേക്കും നമുക്കും എനിക്കും എൻ്റെ ഫാമിലിക്കും അതൊരു വലിയ കാര്യമാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇൻഫർമേഷൻ കൊടുത്ത് കുറച്ച് പേർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലോ എന്നുള്ള കാര്യം അതിന്റെ ഒരു പാർട്ട് ആവുക പറയുമ്പോൾ നമുക്കും ഇപ്പൊ ഇത് അറിയാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതെ, ഞാൻ ബ്ലോഗിങ്ങിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം കിട്ടിയിരിക്കുന്ന ബാക്കി ഇപ്പം മനോരമ ഓൺലൈൻ ന്യൂസിലൊക്കെ നമ്മുടെ ഒരു 10-20 നമ്മുടെ ബ്ലോഗിനെ കുറിച്ചുള്ള ഫീച്ചർ കാര്യങ്ങൾ പല ന്യൂസ് ചാനലുകളും എല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. അതിലുപരി എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ കാര്യങ്ങൾ ഇതായിരുന്നു. നമുക്കൊരു ഇൻഫർമേഷൻ, അത് ഒരു $25 $25 എന്ന് പറഞ്ഞാൽ അവിടുത്തെ 1250 രൂപ നമ്മുടെ പൈസയുള്ളൂ. ആ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത പിള്ളേർക്കാണ് ഇത് കിട്ടിയത്. തീർച്ചയായിട്ടും അവരെല്ലാവരും തന്നെ വന്നു നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഞാനപ്പം ഇവർക്ക് എല്ലാവർക്കും കിട്ടിയവരെ വെച്ച് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തു. ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, ഇനി അപ്ലൈ ചെയ്യാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് നമുക്ക് അവിടുത്തെ മൈഗ്രേഷന്റെ ഏജന്റുമാരുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ട് അവരുടെ ഒരു ഫീ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ തന്നെ പ്രോസസ്സിങ് കിട്ടും. ചിലർക്ക് അറിയത്തില്ലോ എങ്ങനെയാണ് ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഇടേണ്ടത്. അങ്ങനെ അവർക്ക് കൊടുത്തിട്ട് അവരുടെ തൊഴിലിട്ട് പോയവരും ഉണ്ട്. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. നല്ല ജോബ് ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ടാണ് ചേട്ടൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് ഗുണം ചെയ്യും. നമ്മൾ ഫുൾ ടൈം ജോബ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റും കാര്യങ്ങളും ഈ വിസയിൽ നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ അടുത്ത എന്നാ ഓപ്പൺ ആണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഇതാണ്. അത് ഓസ്ട്രേലിയയിൽ അവരുടെ പർട്ടിക്കുലർ ടൈമിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സൈൻ ചെയ്ത കോൺട്രാക്ടിന്റെ ബേസിലാണ് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ 2 ബാക്ക് ടു ബാക്ക് 2 വന്നു. ഒന്ന് ഈ പറഞ്ഞ വർക്ക് ആൻഡ് ഹോളിഡേ വിസയും ഒന്ന് ഈ മേറ്റ്സ് വിസ. അത് മറ്റേ ബാച്ചിലർ ഡിഗ്രി ഹോൾഡേഴ്സിനാണ് മേറ്റ്സ് വിസ. അപ്പോൾ അവരുടെ അപ്രൂവലിന് വേണ്ടി ഞാൻ അടുത്തത് വെയിറ്റ് ചെയ്യുകയാണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ നല്ലൊരു ശതമാനം പിള്ളേർക്ക് കിട്ടട്ടെ, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ചേട്ടന്റെ ചാനലിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അവസാനം പറയും. കാരണം അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ചേട്ടന്റെ കയ്യിലുണ്ട്, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അതുപോലെ MSW ആണെങ്കിലും ഏത് ഫീൽഡ് വന്നാലും ഇപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ എല്ലാം പറഞ്ഞു. ഓഡിയോളജിസ്റ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാ. അവിടുത്തെ ഹോസ്പിറ്റലുകളിലേക്ക് ഓഡിയോളജിസ്റ്റിന്റെ ഇഷ്ടംപോലെ വേക്കൻസികൾ വന്നിട്ട് എക്സാം ഒക്കെ പാസ്സായി അവിടെ പോയി ഒരു 1 ഇയറിന്റെ ഒരു പ്രോഗ്രാം പോലെ ചെയ്തിട്ട് അവിടുത്തെ രജിസ്ട്രേഷൻ എടുക്കുന്നവരുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. അത് ഞാൻ പറയാൻ വരുന്നത്, ഇവിടെയുള്ളവർക്കൊന്നും ഇങ്ങനെയുള്ള സബ്ജക്റ്റോ കാര്യങ്ങളോ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ സ്റ്റുഡൻസ്. അതെ, അതുപോലെ ഫാർമസിസ്റ്റ് സെയിം ഇതാണ്. അവർക്ക് ഇവിടെ എക്സാം ഉണ്ട്. ആ എക്സാം പാസ്സായതിനു ശേഷം നമുക്ക് ഒന്നെങ്കിൽ അവിടെ പോയി ഒരു ഇന്റേൺഷിപ്പ് പോലെ 1 ഇയർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം. ഈ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ ജോബും കൂടെ ജോബുണ്ട്. അവിടെയുള്ള സ്പോൺസർ തന്നെയാണ് നമ്മൾ ജോബ് തരുന്നത്. നമ്മുടെ ഒരു കൊച്ച് അവിടെ വന്നു, ആ കൊച്ച് അവിടെ വന്ന് 1 വർഷത്തെ ഇത് ചെയ്തു, ഇന്റേൺഷിപ്പ് ചെയ്തു. ശേഷം അവിടെ തന്നെ അവർക്ക് വർക്ക് പെർമിറ്റ് കൊടുത്ത് ഇപ്പൊ PR ഇട്ടിരിക്കുക. അത് 10, 24, 25 വയസ്സുള്ളൊരു പെങ്കച്ചാണ്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെയുള്ള സബ്ജക്റ്റ് ഒക്കെ തെരഞ്ഞെടുത്തവർക്ക് യാതൊരു തരത്തിലും ഒരു ബാക്കോട്ടേക്ക് ഒരു ചിന്ത വേണ്ട. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കുട്ടികളെല്ലാം +2 ശേഷം ഈ നേഴ്സിംഗ് നാട്ടിൽ പഠിപ്പിക്കാതെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് ഇപ്പം നിലനിൽക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പേരൻസിന്റെ എൻക്വയറി വരുന്നത് ഇതാണ്.
നല്ല യൂണിവേഴ്സിറ്റി ആണുള്ളത്, എവിടെയാണ് നല്ലതായിട്ട് പഠിപ്പിക്കാൻ പറ്റിയ സ്ഥലം എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേര് പേരൻസ് നമ്മളെ ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്യണം. ഞാൻ മാക്സിമം എല്ലാവർക്കും തന്നെ റീപ്ലൈ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ചില സമയത്തൊക്കെ ചില സബ്ജക്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് കണ്ടമാനം എൻക്വയറി വരുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ റീപ്ലൈ കൊടുക്കുന്നത്. എന്നാലും നമ്മൾ അത്യാവശ്യം എല്ലാവർക്കും തന്നെ കൊടുക്കും. ഇപ്പം പിള്ളേർ ഒത്തിരി പേര് ഈ നഴ്സിംഗ് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഞാനും അതിനോട് ഞാൻ സപ്പോർട്ടീവാണ്. കാരണം നമ്മൾ നാട്ടിൽ പഠിക്കുന്നതിന് നമുക്കിപ്പോൾ ഒരു 15-20 ലക്ഷം രൂപ നമുക്ക് മുടക്ക് വരുന്നുണ്ട്. ആ ഒരു എമൗണ്ട് ഉള്ളാവുന്നുള്ളൂ അവിടുത്തെ ഒരു വർഷത്തെ ഫീസിനാണെന്നുള്ളൂ. അപ്പം ആ ഒരു വർഷത്തെ ഫീസ് കൊടുത്ത് അവരെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം, അവരുടെ ലൈഫ് മാറി മറിയാണ്. അവരവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 21 വയസ്സുള്ള കൊച്ചിന് $90,000 ആനുവൽ സാലറി മേടിക്കും ഒരു നേഴ്സ്. 21 വയസ്സുള്ള ആ കൊച്ചിൻ്റെ പ്രായമുള്ളത് നോക്കണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അപ്പം ഞാൻ ഈ പേരൻസിൻ്റെ അടുത്ത് പറയും, നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കുഴപ്പമില്ലാത്ത ഒരു സ്റ്റാറ്റസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അവരെ അവിടെ വിട്ട് തന്നെ പഠിപ്പിക്കണം എന്ന് നമ്മളെപ്പോഴും പഠിക്കും. ഞാനിപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് ആലോചിക്കുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റിവ്യൂ എടുക്കാൻ പോയിരുന്നു. അപ്പോൾ അതിൽ പാരന്റ്സ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദിക്കുമ്പോൾ തന്നെ ജോലി ഓപ്പർച്യൂണിറ്റി കുട്ടികളടുത്ത് ചോദിക്കുമ്പോൾ തന്നെ പാരന്റ് പറഞ്ഞത് ഞങ്ങൾ നഴ്സിംഗിനാണ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം ചിലപ്പോൾ ഇതായിരിക്കും. സാലറി എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്റ്റാണ് ഓസ്ട്രേലിയയിൽ. ഇപ്പൊ നമ്മളൊരു ഇപ്പം ആരും പറയണല്ല, എന്നാലും നമ്മൾ കുറച്ച് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഷെഫിനാണെന്നുണ്ടെങ്കിൽ ഒരു ആനുവൽ സാലറി ഒരു 80,000 to 100,000 ഒരു വർഷത്തെ ഒരു ആനുവൽ സാലറി. നേഴ്സസിനും ഈ പറയുന്ന പോലെ ഒരു 90 to 120 $1,20,000 ഒരു ആനുവൽ സാലറി. എഞ്ചിനീയറിന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു $1,20,000 വരുന്നുണ്ട്. ഡോക്ടേഴ്സിനാണെങ്കിൽ 200,000 ആണ് ഡോക്ടേഴ്സിന് വരുന്നത്. ഈവൻ നമ്മളൊരു കെയറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടിയും ഒരു $65,000 to $70,000 സാലറി ഉണ്ട്. ടാക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഈ ഇതിനെക്കുറിച്ച് വീഡിയോയെക്കുറിച്ചും ഈ സാലറിനെ കുറിച്ച് ഇടുമ്പോൾ ടാക്സ് ഇല്ല, ടാക്സ് പോകത്തില്ല. നമ്മളിപ്പോൾ ഏത് കൺട്രിയിലാണ് നമുക്ക് ടാക്സ് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്കുണ്ട്. ഓസ്ട്രേലിയ നമുക്ക് മെഡിക്കെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നമുക്ക് PR അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അസുഖങ്ങളോ കാര്യങ്ങളോ എന്ത് വന്നാലും ട്രീറ്റ്മെന്റ് അവിടെ നമുക്ക് ഫ്രീ ആണ്. അതെ, അത് ആ കൺട്രിയുടെ ഒരു വലിയൊരു ബെനിഫിറ്റ് ആണ്, നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. അത് മെഡിക്കെയർ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ് വരുന്നത്. അതെ, ചേട്ടന് ഇത്രയും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അതായത് ഇത്രയും എൻക്വയറീസ് ഉണ്ട് ഒരുപാട്. അതായത് ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല, ഒരു ജോലിയുടെ മാത്രമല്ല നോക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മാനേജ് ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണോ? സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. നമുക്ക് ഇപ്പോഴും നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റിയൊരു കാര്യമുണ്ട്. പലരും ഈ വ്ളോഗിങ് വെച്ച് പണമുണ്ടാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാറുണ്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നമുക്കിങ്ങനെ പലർക്കും ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, പല പിള്ളേരും കയറി വരുന്നു, പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇച്ചിരി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫീയോ കാര്യങ്ങളോ എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നവരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ കൂടി ഞാൻ ഇതുവരെ നമുക്ക് പ്രൗഡായിട്ട് പറയാം, $1 പോലും ഒരാളുടെ നിന്നും മേടിച്ചിട്ടല്ല ഈ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ആവശ്യം അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ടുള്ള ഒരു ഇത് നമുക്ക് അതിന്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. ഇത്രയും ചേട്ടനൊന്നും ഒരു തുക പോലും വാങ്ങിക്കാതെയാണ് എല്ലാവർക്കും ഇത്രയും ഫ്രീ. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട്, ഒരു എൻക്വയറിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ട് രാത്രി 12-1 മണി വരെ നമ്മൾ ഉറങ്ങാനിരുന്ന് നമ്മൾ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെസ്സേജസ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ സബ്ജക്റ്റ് ഇടുന്ന അനുസരിച്ചാണ് നമുക്ക് ആൾക്കാരെ എൻക്വയറി വരുന്നത്. എന്നിട്ട് നമ്മൾ 1 മണി വരെ രാത്രി വരെ ഇരുന്ന് വൈഫൊക്കെ ചോദിച്ചുകൊണ്ട് ഇതന്നെ ഉറങ്ങാതിരുന്ന് റീപ്ലൈ കൊടുക്കണത്. നമുക്ക് ഇതിനോടുള്ള ഒരു സ്നേഹവും പ്ലസ് ആൾക്കാർ നമുക്ക് തരുന്നൊരു സപ്പോർട്ടുമാണ്. നമുക്ക് അത്യാവശ്യം ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, ഒരു 1.25 ലക്ഷം ഫോളോവേഴ്സ് നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഉണ്ട്. അപ്പോൾ അവരെ നമുക്കൊരു സപ്പോർട്ട് തരുന്നു. അത് അപ്പം നമ്മൾ എന്തെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കണം. ആസ് എ വ്ളോഗർ നമ്മൾ എന്തെങ്കിലും നമ്മൾ വ്ളോഗ് ചുമ്മാ ചെയ്തു പോകുന്നതല്ലാതെ നമ്മളെ കൊണ്ടൊരു പ്രയോജനം ആൾക്കാർ ഒരാൾക്കെങ്കിലും കിട്ടിയെന്ന് പറയുമ്പോൾ അതിൽ ഞാൻ ഒത്തിരി പ്രൗഡ് ആവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ സമയം കളയുകയും ചെയ്യുന്നത്. പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടിലേക്ക് എത്തുന്നുണ്ട്, പൈസ പോലും വാങ്ങിക്കാതെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ട്. നമുക്ക് ഒത്തിരി പേര് നമുക്ക് ഒത്തിരി ഓഫറുകളും പ്രൊമോഷനുകളും സംഭവങ്ങളും ഒക്കെ ആയിട്ട് പല ആൾക്കാരും നമ്മളെ ഇപ്പം പല പല ഏജൻസികളൊക്കെ ഒത്തിരി പ്രാവശ്യം ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് നമ്മളെ ദുബായിന്നൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം, നമുക്ക് കൊളാബ് പോലെ ചെയ്യാം, ഞങ്ങളുടെ ഏജൻസിയുടെ. പക്ഷെ അവരെല്ലാം ഫേക്ക് ആണെന്നുള്ളത് നമുക്ക് അറിയാം.
ഒരാളെ പോലും വന്നിട്ടല്ല ഇവരെല്ലാം ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് കിട്ടും. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ എൻ്റെ സ്റ്റോറീസിലൊക്കെ പിള്ളേർ എനിക്ക് അയച്ചു തരുന്ന ഓഫർ ലെറ്ററുകളൊക്കെ അയച്ചു തരും, ഫേക്ക് ആയിട്ടുള്ള. അതെല്ലാം ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ പറയും ഇത് ഫേക്കാണ്, ഇതിലാരും പൈസ കൊടുക്കരുത്. പിള്ളേർ എനിക്ക് എല്ലാവരും നാട്ടിൽ നിന്ന് അയച്ചു തരും, വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡബിൾ ചെക്ക് ചെയ്തിട്ട് ജെന്യൂൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ അയച്ചു തരും. അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ജോലിന്റെ നടുക്കാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ മാനേജ് ചെയ്യുന്നത്. എങ്ങനെയാണ് ടൈം ഒന്ന് മാറ്റുന്നത്? അതായത് അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം നമ്മുടെ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ പുറലോകമാണേലും വേറൊരു കൺട്രി ആണെങ്കിലും നമുക്ക് ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് നമ്മുടെ. അപ്പം വൈഫ് മോർണിംഗ് ആണെങ്കിൽ ഞാൻ ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. അപ്പം വൈഫ് മോർണിംഗ് ചെയ്ത് വന്ന് ആൻ്റപ്പനെ സ്കൂളിൽ നിന്ന് എടുത്ത് വന്ന് കഴിയുമ്പോഴേ ഞാൻ ജോലിക്ക് പോവാം. അതാണ്. അപ്പം 3 മണിക്ക് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും, 3 to 11 എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വേണം, ഇത് ഈ ഒരു സർക്കിളാണ് ഒരുമാതിരിപ്പെട്ട ഈ പറഞ്ഞ പുറം രാജ്യത്ത് ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഒരു സർക്കിളാണ്. അതെ, നമ്മൾ പറയും പൈസ ഉണ്ട്, നമുക്ക് ലൈഫ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രവാസിയുടെ ശരിക്കും പറഞ്ഞ ഒരു ജീവിതം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് നമ്മൾ നല്ലപോലെ എല്ലാവരും തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ പൈസ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം എങ്കിലും ഞങ്ങളെ ഒരു ലൈഫിൽ ഞാൻ മൺഡേ ട്യൂസ്ഡേ എനിക്ക് ഞങ്ങൾക്ക് 2 പേർക്കും ഓഫാണ്. മൺഡേ ടു ആ 2 ദിവസങ്ങൾ നമ്മൾ ആ ഫാമിലി ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അത് നമ്മൾ ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ബാക്കി 5 ദിവസം ഈ ഒരു സെയിം റൊട്ടേഷനിലാണ്. രാവിലെ മോർണിംഗ് വൈഫിന്, ആഫ്റ്റർനൂൺ എനിക്ക്, അങ്ങനെ ഒരു റൊട്ടേഷനിലാണ്. ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലാണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ. അത് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പിള്ളേരെയും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിന് സമയം കിട്ടുന്നു. എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനൊരു ഇച്ചിരി സമയം അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത്. എനിക്കിപ്പോൾ ഒരു വ്ളോഗ് എൻ്റെ കൈ കിട്ടിയാൽ തന്നെ നമ്മളതെങ്ങനെ 2 ദിവസത്തിനകത്ത് മാക്സിമം ഒരു 3 ദിവസത്തിനകത്ത് നമ്മൾ അത് എങ്ങനെയും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. കുറച്ച് സമയമല്ല, ഒരുപാട് സമയം ഇരിക്കുന്നു, നമുക്ക് മനസ്സിലായി. അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ ഇപ്പം എല്ലായിടത്തും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ അവിടെയൊക്കെ നമ്മൾ വ്ളോഗിങ് തുടങ്ങുമ്പോൾ വളരെ കുറച്ച് പേരുള്ളായിരുന്നു വ്ളോഗിങ് ഇൻഡസ്ട്രിയിൽ. പിന്നീട് ഒത്തിരി പേര് വ്ളോഗിങ്ങിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഓസ്ട്രേലിയയുടെ ഒരു മെയിൻ സബ്ജക്റ്റ്, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഹോട്ട് ന്യൂസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ്റെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് ആൾക്കാർ. അപ്പം നമ്മൾ എടുക്കുന്ന വീഡിയോ അന്നേരം തന്നെ നമ്മൾ ഷാർപ്പ് ഷൂട്ടാണ്, നമ്മൾ അന്നേരം തന്നെ ഒരു ഹാഫ് ആൻ അവറിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓസ്ട്രേലിയയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവവും ചേട്ടൻ്റെ ഉണ്ട്. അത് എല്ലാവരും തന്നെ പറയാം, പുറത്തുള്ള എനിക്ക് എൻ്റെ ഫോളോവേഴ്സ് പലരും പറയാറുണ്ട്, എല്ലാ അപ്ഡേറ്റ്സും തന്നെ ചേട്ടൻ്റെ പേജിൽ വരാറുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായത് എല്ലാ അപ്ഡേറ്റ്സും അപ്പൊ തന്നെ ചേട്ടൻ. അതാ ഞാൻ പ്രത്യേകമായിട്ട് ചോദിച്ചത്, ഈ ജോലി, കുട്ടികള്, എല്ലാത്തിന്റെയും നടക്ക് ഇത്രയും റിപ്ലൈ നമ്മൾ കൊടുക്കണം, എൻക്വയറീസ് നോക്കണം. തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കണം. അപ്പൊ എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഏട്ടാ നീ ഇത്ര സമയമൊക്കെ കളഞ്ഞിട്ട് ഈ റിപ്ലൈ കൊടുക്കുന്നു ആൾക്കാർക്ക്. നമ്മുടെ പേജിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ നേഴ്സസിന്റെയോ ഏതെങ്കിലും ജോബിന്റെ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ, ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ അന്നേരം നമ്മളത് പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ റീസെന്റ് ഞാൻ അവിടെ 3 സ്ഥലത്ത് നേഴ്സസിന് ഭയങ്കര ജോബ് ഭയങ്കര ടഫാണ്, കിട്ടാൻ ഇച്ചിരി പാടാണ്. 3 വേക്കൻസി 3 ഹോസ്പിറ്റലുകളിലായിട്ട് വന്നിട്ട് ഓൺ ദി സ്പോട്ടിൽ ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ കൂട്ടത്തിൽ അതിന്റെ ലിങ്ക് കൂടെ നമ്മൾ കൊടുക്കണം. അപ്പം വരുന്ന ഇതിന് നമ്മൾ റിപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അത്രയും സമയം കളഞ്ഞ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ എനിക്ക് വിഷമം വന്നിട്ടില്ല, ഈ ബ്ലോഗിങ്ങിൽ എനിക്ക് വിഷമം വന്നിരിക്കുന്ന 1-2 ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒത്തിരി സമയം കളഞ്ഞ് നമ്മൾ മെസ്സേജ് ഇട്ട് നമ്മൾ ജോബ് വരെ കിട്ടിയ ആൾക്കാരുണ്ട്. ഒരു 6 മാസത്തെ ചാറ്റിങ്ങിലൂടെയാണ് ഇവർക്ക് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് അവർ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് കിട്ടിയിട്ട് വന്നിട്ട് നമുക്കൊരു താങ്ക് യു പോലും പറയാൻ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ആദ്യമൊക്കെ ഒരു ഇച്ചിരി വിഷമം പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മളത് യൂസ് ടു ആയി. നമുക്ക് അതുപോലെ നമ്മൾ വിളിക്കുകയും പറയും, എല്ലാവർക്കും കാര്യങ്ങൾ നടക്കണം. മലയാളിയുടെ ഒരു സ്വഭാവമാണ്, എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ നടക്കണം, അവിടം വരെ ഒന്ന് എത്തണം. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ടൗൺസിലാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്, അവിടെ തന്നെ വന്ന കുറേ ഫാമിലി ഉണ്ട്. നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് ഇടുകയും കാര്യങ്ങൾ അറിയാം, അവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ സമയം കളഞ്ഞ് നമ്മൾ സ്പെൻഡ് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ട് വന്നു കഴിഞ്ഞിട്ടൊരു റിപ്ലൈ പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു താങ്ക് യു ഒന്നും പറയാതെ പോയിട്ടുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഒത്തിരി പേര് കണ്ടിട്ട് ചേട്ടാ ഇത് വീഡിയോ ചേട്ടനല്ലേ, അതായത് അങ്ങനെ വരുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ
ഒന്നും മിണ്ടാതെ പോകുന്ന ആൾക്കാരും ഒരു വിഷമം. ഉണ്ട്. അപ്പം നമുക്കൊരു ഇത് വരാറുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടില്ല, നമ്മുടെ സമയം കളഞ്ഞിട്ട്. തീർച്ചയായിട്ടും. അത് അവിടുത്തെ സമയം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ച പോലെ തന്നെ നമ്മൾ ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളാണ് നമുക്കുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ നടക്ക് ഒരു താങ്ക്സ് പറയുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അത് തീർച്ചയായിട്ടും ഇത്രയും സമയം ചെലവാക്കി. അതെ, അവിടുത്തെ സമയം ടൈം ഇസ് മണി എന്നാ പറയുന്നത്. നമ്മൾ അവിടുത്തെ സമയം അത് വിലപ്പെട്ട സമയം തന്നെയാണ്. അത് കളഞ്ഞിട്ട് നമുക്ക് ഒരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത് ഒരു കാണുമ്പോൾ ഒരു ഇതോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു താങ്ക് യു പോലും പറയാതെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അതെ, നമ്മൾ ചുമ്മാ നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കുറിച്ചുള്ള വീഡിയോ ഒന്നും അല്ല. നമ്മളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി, ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി പറയുന്നത്. ഈ ന്യൂസിലാൻഡ് പോയി രജിസ്ട്രേഷൻ ചെയ്തിട്ട് ജോബ് കിട്ടാതെ ഇപ്പം ന്യൂസിലാൻഡിൽ ഒരു ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ ന്യൂസിലാൻഡിൽ ജോബ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ് നേഴ്സസ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ കൊണ്ടിരുന്നത് നമ്മളാണ് കൊണ്ടിരുന്നത്. നിങ്ങൾ ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞവർ ഇനി അവിടെ വെയിറ്റ് ചെയ്യാതെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനുള്ളത് നോക്കുക, ഇന്ന ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തു. അതിൻ്റെ ബേസിൽ നമുക്ക് ഒത്തിരി എൻക്വയറി വന്നിട്ട് ഒരു 36 പേര് പിള്ളേരോളം ഈ ഇവിടുന്ന് UK ഈ ഗൾഫിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ പോകാം. 36 പേരെ നമുക്കവിടെ നമ്മൾ ഈ ലിങ്ക് ഇട്ട് കൊടുത്ത് ആപ്ലിക്കേഷൻ ഇട്ട് കൊടുത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അറിയാവുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പറയണമെന്നും പറഞ്ഞ് എന്നെ എത്ര പേര് ഈ വാർഡ് മാനേജർമാരൊക്കെ ആയിട്ടുള്ള നേഴ്സസ് ഉണ്ട് മലയാളീസ് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് അവർ ലിങ്ക് അയച്ചു തന്നിട്ട് ആപ്ലിക്കേഷൻ ഇടാൻ പറ്റിട്ട് അങ്ങനെ നമ്മൾ 36 പിള്ളേർക്ക് ജോബ് മേടിച്ചു കൊടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു 8-9 മാസം മുമ്പ്. അതിനകത്തും കിട്ടിയിട്ടൊരു താങ്ക് യു പോലും പറയാതെ പോയവരുണ്ട്. ഒരു ആത്മാർത്ഥത നമ്മൾ കാണണം. ഇവിടെ പറ്റിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പൈസ ഒക്കെ വാങ്ങി ഇഷ്ടംപോലെ പേര് ഈ സമൂഹത്തിൽ പറ്റിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഇത്രത്തോളം ഒരു ആത്മാർത്ഥത കാണിച്ച് ജോലി തിരക്കിനിടയിലും കുട്ടികളുടെ ഇടയിലും ഒക്കെ കൂടി വൈഫിനും ഇപ്പൊ ചേട്ടൻ പറഞ്ഞു വൈഫിനും ചേട്ടനും ഷിഫ്റ്റ് പോലും മാറ്റാണ്. അതിന്റെ സെന്ററിലാണ് ഇത്. അതിന്റെ സെന്ററിലാണ് നമ്മൾ വ്ളോഗിങ് നമ്മൾ ചെയ്യുന്നത്. അതിനേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. താങ്ക്സ് പറയുന്നോണ്ടൊന്നും വലിയ പ്രശ്നമില്ല. അതെ, അത് മാത്രമേ ഉള്ളൂ. നമുക്കൊരു വിഷമമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു വ്ളോഗിങ്ങിലാകെ ഒരു ഇത് വന്നിരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ ഹാപ്പിയാണ്. പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യമാണ്. നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും ഇപ്പം ന്യൂസിലാൻഡിൽ പോയപ്പോഴും ബാലി പോയപ്പോഴും സിംഗപ്പൂർ എല്ലാം നമ്മൾ ട്രാവലിംഗ് ഉണ്ട്. നമ്മളിങ്ങനെ രാജ്യങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഞാനെല്ലാം തീരുമാനിച്ചൊരു കാര്യമാണ് അങ്ങനെ. അപ്പോൾ ഞങ്ങളൊരു 3-4 മാസം കൂടുമ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോകും. അപ്പോൾ ഏത് രാജ്യത്ത് പോകുമ്പോഴും നമ്മളെ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ ഈ വ്ളോഗിങ് കൊണ്ടുള്ളൊരു ഇതായിട്ട് നമ്മളത് കൂട്ടുന്നത്. അതൊരു പോസിറ്റീവ് സൈഡാണ്. ഞങ്ങൾ ന്യൂസിലാൻഡ് പോയിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവിടെ ഒത്തിരി പേര് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. കാരണം അവർക്കെല്ലാം ഇങ്ങോട്ട് കുടിയേറാനുള്ളവരും അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണ്. ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചേട്ടൻ അറിയായിരിക്കുമല്ലോ. ഈ ലഹരി കാര്യങ്ങള് ഒക്കെ കൊണ്ട് ഇപ്പൊ കേരളത്തില് അങ്ങോളം ഇങ്ങോളം വയസ്സൊന്നും ഒരു വിഷയമല്ല. ചെറുതോ വലുതോ എന്നില്ലാതെ സ്കൂള് കോളേജുകള് ഇനിയിപ്പോ കുടുംബമായിട്ട് ഇരിക്കുന്നവരാണെങ്കിലും ലഹരിയുടെ ഇതിലേക്ക് പോവാണ്. ആ വഴി തെരഞ്ഞെടുത്തു. അച്ഛനമ്മയും കൊല്ലുന്നതാണെങ്കിലും അല്ലെങ്കിൽ പെങ്ങന്മാരെ അനിയന്മാരെ ഒന്നും ഇപ്പൊ ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പോ അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യം ഇവിടെ ഇപ്പൊ ഇതാണ്. എല്ലാവരും ഇപ്പൊ ഒരു സമയം കഴിഞ്ഞ ലഹരി ഇതാണ്. അപ്പോ ഇവിടത്തെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ഇവിടത്തെ ഒരു സിറ്റുവേഷൻ, ഇവിടത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്നൊക്കെ നമ്മൾ പറയല്ലോ, അതും ഓസ്ട്രേലിയയിൽ അതാണോ? ഓസ്ട്രേലിയയിലെ ഒരു അന്തരീക്ഷമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തായിരിക്കും? അത് അവിടുത്തെ പണ്ടത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ US അല്ലെങ്കിൽ ഓസ്ട്രേലിയ ബാക്കിയുള്ള രാജ്യങ്ങളെന്നൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ജീവിക്കുന്നവർ വേറൊരു സ്റ്റൈലാണ്, അവിടുത്തെ പിള്ളേർ വേറൊരു സ്റ്റൈലാണ്, അവിടുത്തെ പിള്ളേരെല്ലാം ഈ ലഹരിക്ക് അടിമയാണ്, അങ്ങനെ ഒരു ട്രെൻഡായിരുന്നു പണ്ട്. ഇപ്പം അത് നേരെ ഓപ്പോസിറ്റായി. ഇപ്പം നാട്ടിൽ നമുക്ക് ഒരു ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നമുക്ക് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റില്ല. നമ്മളൊരു വണ്ടിയായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് തട്ടിയാലും നമുക്കൊന്നും മിണ്ടാൻ പോലും മേലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്. കാരണം പിള്ളേർ എല്ലാവരും ആ ഒരു സ്റ്റൈലിലാണ്. നേരെ മറിച്ച് അവിടെ ഇപ്പം ഞാൻ താമസിക്കുന്ന ടൗൺസിൽ പറയുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പിള്ളേരും അവരുടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടാണ്. അവരെല്ലാവരും അവിടെ ഈ പറഞ്ഞ പോലെ പേരൻസിൻ്റെ കൂട്ടത്തിൽ ഒരു 20-22 വയസ്സ് വരെ പേരൻസിൻ്റെ കൂട്ടത്തിൽ താമസിക്കുന്നതാണ്. പള്ളിയാണെങ്കിൽ പള്ളി, അമ്പലമാണ് അമ്പലം, ഇങ്ങനെയുള്ള സ്ഥലത്ത് പേരൻസുമായിട്ടൊക്കെ പോയി ആ ഒരു ലൈഫ് സ്റ്റൈലാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളത്. എന്നാൽ ഒരു 5%-10% ഇതിൻ്റെയൊക്കെ ഉപയോഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള എല്ലാ പിള്ളേരും അത്യാവശ്യം നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് നല്ല രീതിയിൽ
മിനിമം ഒരു നേഴ്സാങ്കിലുമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ട്രെൻഡാണ് അവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എനിക്ക് ഇപ്പോഴും വന്നപ്പോഴും ഫീൽ ചെയ്തത്. അതിക്രമങ്ങളൊക്കെ ഒരുപാട് കൂടി വരികയാണല്ലേ. ഈ സാഹചര്യത്തിൽ അച്ഛനും അമ്മയും ഇനി വരുന്ന തലമുറകളെയും അങ്ങോട്ടേക്ക് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനേ നോക്കത്തുള്ളൂ. ഞാനും അതേ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഞാൻ എൻ്റെ ബ്ലോഗിൽ പല വേഗിലും പല ആൾക്കാർക്കും വിമർശനം വന്നൊരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എൻ്റെ ഒരു കോട്ട് തന്നെയാണ്, കയറി വാടാ മക്കളെ ഓസ്ട്രേലിയക്ക്. എൻ്റെ ഒരു കോട്ട ഞാൻ എപ്പോഴും ഏതെങ്കിലും വീഡിയോസ് ഇതുപോലുള്ള മൈഗ്രേഷന്റെ അല്ലെങ്കിൽ പിള്ളേർക്ക് കയറി വരാൻ പറ്റിയ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനും അതിനകത്ത് കോട്ട് ചെയ്യും, കയറി വേണം മക്കളെ ഓസ്ട്രേലിയക്ക്. കാരണം അവിടെ നമ്മൾ ബെറ്റർ ലൈഫാണ്, നമ്മൾ വരാൻ പറ്റി വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് അതിനെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ചേട്ടന്റെ സ്ഥലം ഏതായിരുന്നു? കേരളമായിട്ട് വളരെ സാമ്യമുള്ള ഒരു സ്ഥലം. അതെ അതെ അതെ, ഞങ്ങള് ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റില് ടൗൺസിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ അത് കേരളമായിട്ട് ചേട്ടന് യാതൊരു വ്യത്യാസം തോന്നാത്ത ഒരു സ്ഥലം? ഇല്ല, നമുക്ക് ഒരിക്കലും നമ്മൾ എന്നോട് പലരും വീഡിയോയ്ക്കകത്ത് എപ്പോഴും കമന്റ് ചെയ്യുന്ന കാര്യമാണ്, ഇത് കേരളം പോലെ തന്നെയാണല്ലോ. ചിലർ കാണുമ്പോഴത്തേക്കും ഇപ്പൊ എല്ലാവരും അത്യാവശ്യം കണ്ട് ഫെമിലിയർ ആയി. പണ്ടൊക്കെ കാണുമ്പോഴത്തേക്കും ആൾക്കാർ ചോദിക്കും ഇത് എങ്ങനെ ഇത് സാധിക്കുന്നത്, ഇത് കൃത്യമായി സെയിം ആണ്, കേരളം പോലെ തന്നെ ഒരു സ്ഥലത്താണ് നമ്മൾ. നമ്മളിപ്പോ വീട് തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ വീടിന്റെ ഫ്രണ്ടിൽ 2 തെങ്ങ് നമ്മൾ വെച്ചിട്ടുണ്ട്, മുല്ലച്ചെടി, ഈ ബന്ദിപ്പൂവ്, അങ്ങനെ കുറെ ഗാർഡൻ സംഭവങ്ങളുണ്ട്. സൈഡിൽ നമ്മൾ പയർ, എല്ലാ വർഷവും പയറിന്റെ കൃഷി അലലുവിന്റെ പപ്പായ മമ്മി കൊണ്ടായിരുന്നപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങൾ പയർ അതൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ കയറ്റി വെച്ചത്. ഇപ്പൊ റീസെന്റ് ഞങ്ങൾ പോരുന്നതിന് മുമ്പും അത് മുഴുവൻ പറിച്ച് അവിടെ കൂട്ടുകാർക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോരുന്നത്. പിന്നെ അതുപോലെ ബാക്ക് സൈഡിലും എല്ലാം നമ്മൾ കൃഷിയും കാര്യങ്ങൾ എല്ലാം നമുക്കുണ്ട്. പിന്നെ അവിടെ ഒരുമാനപ്പെട്ട എല്ലാ മലയാളീസിന്റെ വീട്ടിലും ഇതുപോലെ കൃഷിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 300 ഏക്കറിനകത്ത് വാഴത്തോട്ടമുള്ള മലയാളി എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്. ആ 300 ഏക്കറിനകത്ത് ഏത്തവാഴയും ബാക്കിയുള്ള റോബസ്റ്റ് ആക്കിയ കൃഷി ചെയ്യുന്നതാണ്. അതുപോലെ 10 ഏക്കറിനകത്ത് നമ്മുടെ ഒരു ട്രെൻഡിങ് വീഡിയോ ആയിരുന്നു, 10 ഏക്കറിനകത്ത് വാഴ കൃഷിയും കപ്പയും, അതൊരു മലയാളി ചേട്ടനാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 35 ഏക്കറിനകത്ത് നമ്മുടെ മനോരമ ഓൺലൈൻ ന്യൂസിന്റെ ടോപ്പ് ട്രെൻഡിങ് ന്യൂസ് ആയിരുന്നു. 35 ഏക്കറിനകത്ത് മാവും തോട്ടവും, 20 ഏക്കറിനകത്ത് മുരിങ്ങ കൃഷി. ചിന്തിക്കാൻ പറ്റുമോ? മുരിങ്ങ കൃഷി അവിടെ. ആ പുള്ളി എഞ്ചിനീയറാണ്. നമ്മുടെ ആ വീഡിയോ മറ്റേ ടൈംസ് ഓഫ് ന്യൂസോ ആ ന്യൂസിന്റെ ടോപ്പ് ട്രെൻഡിങ് ന്യൂസിലുണ്ടായിരുന്നു. പത്രത്തിൽ പോലെ വന്നതാണ്. നമ്മുടെ മലയാളം ഇത് അവര് അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് കോപ്പി ചെയ്തിട്ട് എടുത്തു. കാരണം ഒരു ആയിരുന്നു ആള് എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ വിട്ടിട്ടാണ് അവിടെ ഫാമിങ് ഇങ്ങനെ. 35 ഏക്കറിനകത്ത് മാംഗോ മാവും തോട്ടം. 30 സെന്റിൽ കൃഷി ചെയ്യാൻ പറ്റാത്തവരാണ് ഇവിടെ ഉള്ളത്. അതാണ്. അപ്പൊ അങ്ങനെയുള്ളവർ അവിടെ അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ലാൻഡ് ഉണ്ട്, വെള്ളം, പിന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ട്. അതാണ് അവിടെ ഒരു വലിയൊരു ബെനിഫിറ്റ്. അടുത്ത് ചോദിക്കാൻ വരുന്നതായിരുന്നു, ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഗവൺമെന്റ് രീതി, നിയമവ്യവസ്ഥ, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അവിടുത്തെ ബന്ധപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? അവിടെ നമുക്ക് നമ്മുടെ സേഫ് ആയിട്ടുള്ള ഒരു കൺട്രി, പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട്. ഇപ്പം എനിക്ക് വയ്യാതായി അല്ലെ ഒരു ഇഞ്ചുറി പറ്റി, എനിക്ക് വയ്യാതായി കിടക്കേണ്ട ഒരു അവസ്ഥയോ അല്ലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ നമുക്ക് ഫണ്ടിങ് ഉണ്ട്. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി സെൻട്രൽ ലിങ്ക് ഉണ്ട്. സെൻട്രൽ ലിങ്ക് ത്രൂവില് നമുക്ക് നമ്മുടെ ഒരു ഇൻകം വീക്ക്ലി നമുക്ക് ഗവൺമെന്റ് തരും. അതുകൂടാതെ മെഡിക്കെയർ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് നമുക്ക് എന്ത് അസുഖങ്ങൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഇവിടത്തെക്കാളും ബെറ്റർ ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത്? തീർച്ചയായിട്ടും. ഞാൻ എല്ലാത്തിലും പറയുന്ന ഒരു കാര്യമാണ്, ബെറ്റർ ലൈഫ് തന്നെയാണ്. നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ട്. പിന്നെ നമ്മൾ സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ ഒരു ചെറിയ പോർഷൻ നമ്മുടെ ഒരു PF പോലെ ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ നമ്മുടെ ഈ റിട്ടയർമെന്റിന് ശേഷം നമുക്ക് അതിൽ നിന്നാണ് നമുക്ക് പൈസ തരുന്നത്, ആ ഒരു എമൗണ്ട്. അപ്പം നമ്മളൊരു 30-35 വർഷം ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 3 ലക്ഷം 4 ലക്ഷം ഡോളറോളം അതിൻ്റെ അകത്ത് ഉണ്ട്. അതിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് വെച്ച് നമുക്ക് റിട്ടയർമെന്റിന് ശേഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒത്തിരി ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞതിൽ തന്നെ ഒരുപാട് പേർക്ക് എല്ലാ ജോലിയുടെ കാര്യങ്ങളും, അതായത് നമ്മുടെ ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷനും അവിടുത്തെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും, ഓസ്ട്രേലിയ എന്തുകൊണ്ട് ചൂസ് ചെയ്യണമെന്ന് പോലും ചേട്ടൻ പറഞ്ഞതിലെല്ലാം വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള എൻക്വയറീസും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് ഈ ഒരു ചാനൽ, ടോണി ചേട്ടന്റെ ചാനൽ, അതെ, ഓസ്ട്രേലിയൻ മല്ലു എന്നുള്ളതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പേര്. നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലുമായിട്ടാണ് നമ്മൾ വീഡിയോസ്. ഓസ്ട്രേലിയയായിട്ട് ബന്ധപ്പെട്ടവർക്കും അതായത് അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇങ്ങനെയുള്ള ജോലി, അതായത് പറഞ്ഞു അല്ലേ, ഷെഫ് അല്ലെങ്കിൽ ഏത് കാറ്റഗറി ആണെങ്കിലും നമുക്ക് ഏത് വന്നാലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ ഒരുമാനപ്പെട്ട എല്ലാ പ്രൊഫഷണൽ ഉള്ളവർക്കും
കുടിയേറാനുള്ള സാധ്യതയുള്ള കൺട്രി. എല്ലാവർക്കും ഇതിന് ഈ ഒരു ജോലിയായിട്ട് സംബന്ധിക്കുന്ന എല്ലാത്തരം അപ്ഡേറ്റ്സിനും ഓസ്ട്രേലിയയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥി അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിൽക്കുന്ന ഈ പറഞ്ഞ ജോലിയുള്ള എല്ലാവർക്കും ചേട്ടൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ തിരക്കുക. ചേട്ടൻ എല്ലാത്തിനും അവിടെ സപ്പോർട്ടീവായിട്ട് അവിടെ ഉണ്ടാവും, എൻക്വയറിക്കൊക്കെ റിപ്ലൈ തരും, കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അല്ലേ അതെ തീർച്ചയായിട്ടും ഭാവി നിങ്ങൾ സുരക്ഷിതമാക്കുക. അതെ 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 തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഈവൻ ഇപ്പോൾ ഇവിടുന്ന് വന്ന അക്കോമഡേഷനൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സ്റ്റുഡൻസ് വരുന്നവർക്കും എല്ലാം എനിക്ക് അവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളി അസോസിയേഷനൊക്കെ ആയിട്ട് അറിയാം. അപ്പോൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. നമ്മൾ അവർ ചെയ്തു കൊടുക്കാറുണ്ട്.